ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം സംസാരിക്കാത്ത ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ഫുഡ് കെയറിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും. ആ വീഡിയോ കിട്ടിയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫേസ് എന്ന് പറയുമ്പോൾ വളരെ തിൻ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈസി അബ്സോർബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ നമ്മുടെ ഹീൽ, അതായത് നമ്മുടെ ബോഡിയുടെ നേരെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഹീൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡിഫറെന്റ് വേൾഡ് ആയിട്ട് മാറും. കാര്യം എന്തെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അതിന്റെ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ലെയർ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഹീൽസിൽ മെയിൻ ആയിട്ടും 3 ലെയേഴ്സ് ആണ് ഉള്ളത്: എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. ഇതിനകത്ത് എപ്പിഡെർമിസ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്ന പോർഷനിൽ തന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ സ്റ്റാറ്റം കോർണിയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന, നമ്മൾ തറയിൽ ചവിട്ടുന്ന സ്ഥലത്തിനാണ് നമ്മൾ സ്റ്റാറ്റം കോർണിയം എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റം കോർണിയം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? ഒരുപാട് ലെയർ ഓഫ് ഡെഡ് സ്കിൻസിനെ അടുക്കി അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസിനെ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ചാക്കെടുക്കൂല, അതുപോലെ അടുക്കി വെച്ചിട്ടാണ് ഈ സ്ഥലത്ത് നമ്മുടെ സ്കിൻ വച്ചേക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴത്തേക്ക്, ചാടുമ്പോഴത്തേക്ക്, ഡാൻസ് കളിക്കുമ്പോഴേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫ്രിക്ഷൻ ഇല്ലേ, അത് കാരണം നമുക്ക് അങ്ങോട്ട് സ്പെയിൻ ഒന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ആ സെൻസേഷൻ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റം കോർണിയം അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഒരുപാട് ഓയിൽ ഗ്ലാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഫുട്ടിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹീൽസിലോട്ട് വരുമ്പോഴത്തേക്ക് ഓയിൽ ഗ്ലാൻസ് എന്ന് പറയുന്ന സാധനം ആ സ്ഥലത്തില്ല. ഓയിൽ ഗ്ലാൻസ് ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആ സ്ഥലം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. ഓൾറെഡി ഡെഡ് സ്കിൻ വെച്ചാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓയിൽ ഗ്ലാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നല്ല ഡ്രൈനെസ് ഉണ്ട്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ സ്വെറ്റ് സെൽസിലെ സ്വെറ്റ് സെൽസ് നന്നായിട്ട് അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഡെൻസ് ആയിട്ടാണ് ഇവിടെ സ്വെറ്റ് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓയിൽ ഗ്ലാൻസും ഇല്ല, പക്ഷെ സ്വെറ്റ് സെൽസ് ഇഷ്ടകണക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അവിടെ സ്മൂത്ത് ആവാനായിട്ട് പോകില്ല. അത് വീണ്ടും ഡ്രൈ ആയിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ എന്താണ്, പ്രോപ്പർ ആയിട്ട് എക്സ്ഫോളിയേഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് അവിടെ വീണ്ടും ഡ്രൈ ആയിട്ട് തന്നെ അത് ഇരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹീല് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ട് ആ ഏരിയ കുറച്ച് തിക്കും ഡ്രയറും ആയിട്ടിരിക്കാനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ ബോഡി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോണ സ്പേസും അവിടെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ അത്രയും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനം നമ്മൾ അങ്ങനെ തന്നെ വെച്ച് അവിടെ ഹൈഡ്രേഷൻ ഒന്നും പുറത്ത് കൊടുക്കാതെ വെക്കുമ്പോഴത്തേക്ക് അവിടെ ക്രാക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള കുറെ ഹീൽ പ്രോബ്ലംസ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈവൻ ദോ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണെങ്കിലും പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഫുഡ് വരുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഹീൽസ് ഉണ്ടാവുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ അടുത്തൊരു പ്രോബ്ലം അല്ല, എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അതുകൂടെ പറഞ്ഞു. ഇപ്പം നമ്മുടെ ഫുഡ് നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഇപ്പം നമ്മൾ ഫുഡ് കെയർ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ വീണ്ടും നമ്മുടെ ഫുഡ് കട്ടിയായിട്ടൊക്കെ തന്നെ ഇരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിന്റെ ഇത് നമ്മുടെ സ്കിൻ പുറത്തിരിക്കുന്നത്, അതിന്റെ മുകളിലായിട്ട് നമുക്ക് നടക്കാനായിട്ട് കുറച്ച് ഫാറ്റ് പാഡ്സും കൂടെ വെച്ചിട്ടുണ്ട്. ആ ഫ്രിക്ഷനും എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട്. ഈ ഫാറ്റ് പാഡും ഈ ഡെഡ് സ്കിന്നും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഡെഫിനറ്റ്ലി സ്ട്രോങ്ങും ഹാർഡും പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ട സാധനം തന്നെയാണ്. പക്ഷേ നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഫുഡിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ക്രാക്ക് ഹീൽസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കാലിന് അധികം ശ്രദ്ധിക്കാറില്ല, ഹൈഡ്രേഷൻസ് ഒന്നും കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് ഈ ഡെഡ് സ്കിൻസ് അവിടെ അടിഞ്ഞ് തന്നെ ഇരിക്കും. ഹൈഡ്രേഷൻ ഓൾറെഡി നമുക്ക് അവിടെ ഓയിൽ ഗ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഡ്രൈ സ്കിൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. ഈ അക്യുമുലേറ്റ് ചെയ്തിരുന്നിരുന്നിരുന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെറിയ ചെറിയ വരകൾ കാണാനായിട്ടുള്ളൂ. ഓവർ ദി ടൈം ഈ വര പൊട്ടാൻ തുടങ്ങും. ആദ്യം നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ നമുക്ക് നടക്കുന്നത് വരെ പ്രശ്നമായിട്ട് വരുന്ന, പെയിൻഫുൾ ആയിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്രാക്ക് ഹീൽസ് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അടുത്ത രണ്ടാമത്തേന്ന് വെച്ചാൽ ഫൗൾ സ്മെല്ലും ഇൻഫെക്ഷൻസും. അതായത് നമ്മൾ ഇപ്പം കാലെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞ പോലെ ഓയിൽ ഗ്ലാൻസ് ഇല്ല, പക്ഷേ സ്വെറ്റ് ഗ്ലാൻസ് ഇഷ്ടം കണക്കുണ്ട്. സ്വെറ്റ് ഗ്ലാൻസും ഡെഡ് സ്കിൻ അക്യൂമുലേഷനും ബാക്ടീരിയക്ക് വളരാൻ ഇതിനേക്കാളും നല്ലൊരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അത് അത്ലറ്റിക് ഫുഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സ്കിൻ കെയർ ചെയ്താൽ പോലും തനിയെ മാറാൻ പോലുള്ള ഡോക്ടറിനെ പോയി കാണേണ്ടി വരും. കാരണം ഇതെല്ലാം കൂടി ഇരുന്നിട്ട് അവിടെ അങ്ങോട്ട് അവിയാൻ തുടങ്ങും. അപ്പൊ ഈ ചെറിയ ഡെഡ് സ്കിൻ ഉണ്ട്, മോയിസ്റ്റ് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, സ്വെറ്റ് ഗ്ലാൻഡിന്റെ ആ ഒരു മോയിസ്റ്റും കൂടി ഇരുന്നിട്ട് അവിടെ ബാക്ടീരിയയും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസും പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഫുഡ് ഹൈജീന്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രോപ്പറായിട്ട് കാല് കഴുകാതെയും എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് സോക്സ് ഒക്കെ ഇട്ടിട്ട് നടക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത്.
മൂന്നാമത്തെയാണ് ഹാർഡ് ഫുട്ടും അല്ലെങ്കിൽ കാലസും വരുന്നത്. എന്ന് വെച്ചാൽ ക്രാഹീലല്ല, പക്ഷെ നമ്മൾ പറയാം ഇതിലൊരു കട്ടിയായിട്ട് നമുക്ക് തൊടുമ്പോൾ പോലും ഒന്നും ഫീൽ ആവാത്തൊരു ഭാഗം. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ചെരുപ്പില്ലാണ്ട് നടക്കുന്ന ആൾക്കാർക്ക്, സ്ലിപ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഈ ഒരു കാലസ് വരുന്നത്. ഇതിന് റീസൺ എന്തെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഫുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹീൽ എന്ന് പറയുന്ന സാധനം, ഫുട്ടിലെ ഹീൽ എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവർ അതനുസരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഒരുപാട് നേരം നമ്മൾ നിൽക്കുകയോ ചെരുപ്പിടാതെ നടക്കുകയോ അല്ലെങ്കിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ചെരുപ്പിടാതെ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ സ്ലിപ്പേഴ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഹീലിന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? ഇവിടെ ഒന്നും പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, നമ്മൾ ഔട്ടർ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അത് കാരണം നമ്മുടെ സ്കിൻ എന്ത് ചെയ്യും? ഓവറായിട്ട് തിക്കൻ ആവാനായിട്ട് തുടങ്ങും. ഈ ഓവർ തിക്കനിങ് കാരണം നമുക്ക് കാലസ് ആയിട്ട് മാറും. ഇത് ആദ്യം നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പെയിൻഫുൾ ആയിട്ട് മാറും. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നെയിലും ഇൻഗ്രോൺ നെയിൽസും ടോ നെയിൽസും ഒക്കെ വരുന്നതാണ്. നമ്മൾ ഷൂസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത ചെരുപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ കാലിങ്ങനെ എപ്പോഴും അടുത്തടുത്തേ നിൽക്കും. നമ്മൾ നെയിൽ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യത്തില്ല. കട്ട് ചെയ്യാതെ വരുമ്പോൾ ചില സമയത്ത് ഈ നെയിൽസ് നീളം വെച്ച് അകത്തോട്ട് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ കുഴിനകം പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പം കുഴിനകം ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇൻഗ്രോൺ ടോഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക്, ഇൻഗ്രോൺ നെയിൽസ് വരുമ്പോഴത്തേക്ക് നല്ല പെയിൻഫുൾ ആണ്. ഇതിന് ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ടോ നെയിൽസ് ട്രിം ചെയ്യാത്തത് കൊണ്ടാണ്. സോ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഫുഡ് കെയറിന്റെ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹീൽസിൽ, അതായത് ഞാൻ ക്രാക്ക് ഹീൽസ് അല്ല പറയുന്നത്, നമ്മുടെ ഹീലിന്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് പെയിൻ. ഇത് കൂടുതലായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് അവിടെ ഹൈഡ്രേഷൻ ഒന്നും കൊടുക്കാത്ത സമയത്ത് ഒരുപാട് നമ്മൾ ചെരുപ്പില്ലാണ്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഓവർ ദി ടൈം നേരത്തെ പറഞ്ഞ ഫാറ്റ് പാഡിങ് ഇല്ലേ നമ്മുടെ സ്കിന്നിൽ, അത് സ്മോൾ ആയിട്ട് വരും. അത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് പ്രോബ്ലംസ് വരാം. അത് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മാക്സിമം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ക്രാക്കിലല്ല വരുന്നത്, നമ്മുടെ ആ ഡെഡ് സ്കിൻ പ്രോപ്പറായിട്ട് അക്യുമുലേഷൻ നടക്കാത്തത് കൊണ്ട്. ഡെഡ് സ്കിൻ അക്യുമുലേഷൻ ഉണ്ട്, പക്ഷെ അത് കൂടുതലായിട്ടും ആ നമ്മുടെ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫാറ്റിന്റെ തിക്നെസ് കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു എന്താ പറയുക പെയിൻ വരും. അപ്പൊ കാരണം നമുക്ക് ഫാറ്റിംഗ് പാഡിങ്ങിന് വേണ്ടിയിട്ട് ഫാറ്റി പാഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അവിടെ എക്സ്പോളിയേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള ഡെഡ് സ്കിൻ തിക്നെസ് ഉണ്ടാവാതിരിക്കും. നമ്മുടെ ആവശ്യമായിട്ടുള്ള തിക്നെസ്സിലുള്ള ഫാറ്റ് നമ്മുടെ കാലിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കാലിന്റെ അനാറ്റമി മനസ്സിലായി, എന്തൊക്കെയാണ് നമുക്ക് ഫുഡിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് മനസ്സിലായാലും ഇനി ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ കാലിനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് നോക്കിയാലോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് വെച്ചാൽ എന്നും കാല് കഴുകുക എന്നുള്ളതാണ്. നമ്മൾ ഫേസ് കഴുകുന്ന പോലെ എന്നും കാല് കഴുകുക. എനിക്കറിയാം അടുത്തതിലും അതിന് ഞാൻ എന്നും കാല് കഴുകാറുണ്ടല്ലോ. ഞാൻ പറയും സാധാരണ വെള്ളം ഒഴിച്ച് കഴുകാനല്ല, പ്രോപ്പറായിട്ട് കാല് വാഷ് ചെയ്യാനാണ്. ഒന്നുകിൽ സോപ്പ് അതല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് യൂസ് ചെയ്ത് മസ്റ്റ് ആയിട്ടും കാല് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മൾ കാല് ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിൽ തൊട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, കുളിക്കാൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് നമ്മുടെ പേരൻസിന്റെ സ്ഥലത്ത് കിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് കിട്ടി എനിക്ക് ആദ്യമായിട്ട് കുളിക്കാനൊക്കെ തനിയെ കുളിക്കാൻ തുടങ്ങിയ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാലിന്ന് തുടങ്ങുന്നു. കാരണം നമ്മൾ കാലിന്ന് അതൊരു ഇതായിട്ട് വന്നിട്ടുള്ളത്. ഞാനൊക്കെ എപ്പോഴും കുളിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കാലിന്നാണ്. ഒന്ന് നമുക്ക് അങ്ങനെ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കാല് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ബോഡി പാർട്ട് വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി പ്രോബ്ലംസും അവിടെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് നിന്നും പണിയെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, കാലിനൊക്കെ കുറച്ച് സോർനെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ചൂട് ഇപ്പം എല്ലാവരുടെയും കാല് ഒരുപോലെ ആയിരിക്കത്തില്ല തിക്നെസ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ കാലിന് കുറച്ച് തിക്നെസ് കൂടുതലാണ് എന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ വിനാഗറിലോ ലുക്വാം വാട്ടറിൽ കുറച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് കാല് മുക്കി വെക്കുന്നത് വളരെ നല്ലൊരു ഫാക്ടറാണ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാവണേന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആ ഒരു കാല് റിഫ്രഷിങ് ഫീൽ കിട്ടും. കാരണം ഇത്രയും പണിയെടുത്തില്ല, അതിനൊരു സമാധാനം കിട്ടും. അതിനു വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമായിരുന്നു, ഇപ്പൊ ഞാൻ ചെയ്യാറില്ല, പണ്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ബേസിനുകൾ ഉണ്ടാവില്ലേ വീട്ടിൽ, തുണി കഴുകുന്ന വലിയ ബേസിൻ. ഞാൻ അതിൽ കയറി നിന്നിട്ട് ഷവർ ഓൺ ചെയ്ത് കുളിക്കും. കാലെ കഴുകിയതിന് ശേഷം അതിൽ നിന്നിട്ട് കുളിക്കും. അപ്പൊ നമ്മൾ ഈ കുളിക്കുമ്പോൾ ഉണ്ടാവുന്ന അഴുക്കല്ല, വാട്ടർ ഇല്ലേ നമ്മുടെ സോപ്പ് വെള്ളം, അതിനകത്ത് കുറച്ചിട്ട് നമ്മുടെ ആ കാലിന്റെ അത്ര ഭാഗം സോക്കായിട്ട് നിൽക്കത്തില്ല, അതും നമ്മുടെ കാലിനെ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഈസി വേ ആണ്. എന്നിട്ട് കാല് കഴുകാനായിട്ട് അല്ലെങ്കിൽ തുടയ്ക്കാനായിട്ട് മാത്രം ഒരു മൈക്രോ ഫൈബർ വെക്കുക. അല്ലെങ്കിൽ സാധാരണ തുണി നമ്മുടെ പഴയ ടീഷർട്ടോ എന്തെങ്കിലും എടുത്തിട്ട് മുറിച്ചിട്ട് വെച്ചാൽ മതി.
അപ്പൊ ഞാൻ പറയാം തല കെട്ടാനായിട്ട് നമ്മൾ ടീഷർട്ട് മാറ്റി വയ്ക്കാൻ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് വെച്ചിട്ട് കാല് നന്നായിട്ട് ഒരു നന്നായിട്ട് തുടച്ച് കഴിച്ച് നന്നായിട്ട് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് റബ്ബ് ചെയ്ത് തുടയ്ക്കുന്നത് ഡെയിലി ചെയ്യുന്നത് നമ്മുടെ കാലിന് വളരെ നന്നായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡെയിലി എക്സ്ഫോളിയേഷൻ കാലിൽ നടക്കും. പിന്നെ നിങ്ങൾക്ക് വീക്കിലി വൺസോ ടോയ്സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബോ യൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ പീൽസ് പോലും നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മുടെ ഫുഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. വൈകിട്ട് സമയങ്ങളിൽ അപ്ലൈ ചെയ്യുക. കെമിക്കൽ പീൽസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക, ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, വാഷ് ഓഫ് ചെയ്യുക. ഫേസിൽ നമ്മൾ 10 മിനിറ്റ്സ് വെക്കാലും നമുക്ക് കാലിന് 15 മിനിറ്റ്സ് വെക്കാം, വാഷ് ഓഫ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബി ബോഡി വേസ്റ്റ് BHA സ്ക്രബോ ഏതെങ്കിലും ഒരു ബോഡി സ്ക്രബ് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യും. കാലിലും ബോഡി കൊടുക്കുന്നതിനേക്കാളും കുറച്ചധികം ബ്രഷ് കാലിൽ കൊടുത്തിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അടുത്തെന്ന് വെച്ചാൽ പിമിക്സ്റ്റോൺ. എനിക്കറിയാം, ഞാൻ പിമിക്സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് നീ എന്നെയല്ലേ പറഞ്ഞ പിമിക്സ്റ്റോൺ യൂസ് ചെയ്യരുത്. യെസ്, പിമിക്സ്റ്റോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആർക്കാണെന്ന് പറയുമ്പോൾ ക്രാക്ക് ഹീൽസ് ഉള്ള ആൾക്കാർക്ക്. അല്ലാണ്ട് കാലൊന്നും അധികം ഇച്ചിരി കാലസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പിമിക്സ്റ്റോൺ നമുക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാല് എന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന കാലില് ഡ്രൈ ആയിട്ടിരിക്കുന്ന പിമിക്സ്റ്റോൺ എടുത്തിടരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ കാല് നന്നായിട്ട് നനഞ്ഞിട്ടിരിക്കുന്ന സമയത്ത്, നനഞ്ഞ് വെറ്റായിട്ടിരിക്കുമല്ലോ, അതിനകത്ത് പിമിക്സ്റ്റോൺ നിങ്ങൾ നേപ്രിയോ ആയിട്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെറ്റ്നസ് ഉള്ള പിമിക്സ്റ്റോണിന് അധികം പ്രഷർ കൊടുക്കാതെ ഒരു മൈൽഡ്, നമ്മൾ സോപ്പ് തേക്കുന്നതിന് കുറച്ചധികം, സോപ്പ് തേക്കുന്നതിന്റെ 1 ഇഞ്ച് പ്രഷർ, 1 ഇഞ്ചല്ല കുറച്ചധികം പ്രഷർ കൂടുതൽ കൊടുത്തിട്ട് നന്നായിട്ട് അവിടെ നിന്ന് നമ്മുടെ ഹീൽസിന്റെ അവിടെ മാത്രം ഒന്ന് റബ്ബ് ചെയ്യുക. ഹീൽസിൽ മാത്രം, അതിനപ്പുറത്തോട്ട് നമ്മുടെ ഫുട്ടിലോട്ടൊന്ന് റബ്ബ് ചെയ്യില്ല, ഹീൽസിന്റെ അവിടെ മാത്രം ഒന്ന് റബ്ബ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വീക്കിലി വൺസ് ചെയ്താൽ നല്ലതാണ് കാലിന്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുളിക്കുമ്പോൾ കാലിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുളി കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ലാക്റ്റിക് ആസിഡ്, യൂറിയ, സാലിസിലിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സോ അതല്ലെങ്കിൽ ബോഡി അല്ല ഫുഡ് ക്രീംസോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറിയ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർആം റോൾ ഓൺസോ യൂസ് ചെയ്യാം. എന്റെ പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബി ബോഡി വേസ്റ്റ് 20% യൂറിയ അടങ്ങിയ റോൾ ഓൺ വീക്കിലി ഒരു 4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. ഈ ടോളറേറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ 7 ദിവസം യൂസ് ചെയ്യുക. ടോളറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീക്കിലി 3 or 4 ടൈംസ് യൂസ് ചെയ്താൽ മതി. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ 4 ടൈംസ് യൂസ് ചെയ്യാറുള്ളൂ. അതായത് എക്സ്ഫോളിയേഷൻ നടത്തുന്ന ദിവസം ഞാൻ യൂറിയ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സ്, നമ്മുടെ സുഗന്ധയുടേത്, അതുപോലെ തന്നെ നമ്മുടെ ബി ബോഡി വേസിന്റെ ഒക്കെ ലാക്റ്റിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസേഴ്സ് ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷയത്തിലൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഫേസിൽ നമ്മൾ 2% സാലിസിലിക് ആസിഡ് സെറം അല്ലേ യൂസ് ചെയ്യുന്നത്, കാലിലും അത് മതി, പോരാ. കാലില് നമുക്ക് വീക്കിലി വൺസ് എക്സ്ഫോളിയേഷന് വേണ്ടി 12% സാലിസിലിക് ആസിഡ് ക്രീംസ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ 2% മതി. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാലിൽ ഡെഡ് സ്കിൻ കൂടുതലായതുകൊണ്ട് നമുക്ക് 10 to 12% കാലിൽ യൂസ് ചെയ്യാം, ഇഷ്യൂ ഇല്ല. ഇതും വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് എക്സ്ട്രീംലി കാലസ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ഡൗട്ട്, പ്രോപ്പറായിട്ട് വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ചോദിക്കാൻ ഡൗട്ട് എന്താന്ന് പറയട്ടെ, സാലിസിലിക് ആസിഡ് എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യും? നമുക്ക് ഓയിൽ ഗ്ലാൻഡ് ഇല്ലല്ലോ, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലേ വർക്ക് ചെയ്യേണ്ടത്. കാര്യം എന്തെന്ന് പറഞ്ഞുതരാം. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾക്ക് ഈവൻ ദോ ഡീപ്പ് ലെയറിലോട്ട് പെനിട്രേറ്റ് ചെയ്യുമെങ്കിലും നമുക്ക് സാലിസിലിക് ആസിഡ് ആണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഡീപ്പായിട്ട് പോണ ഏത് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണോ അതാണ് നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡിനെക്കാളും ലാക്റ്റിക് ആസിഡ് ആണ് നമുക്ക് ഹൈഡ്രേഷനും പെനിട്രേഷനും കൂടെ ഒരുമിച്ച് തരുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ സാലിസിലിക് ആസിഡ് എക്സ്ഫോളിയേഷന് വേണ്ടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം നന്നായിട്ട് ഡീപ്പ് ലെയറിലോട്ട് പോയിട്ട് നമ്മുടെ ആ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാലിസിലിക് ആസിഡ് 12% ഹെൽപ്പ് ചെയ്യും. എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് വീക്കിലി വൺസ് ഒക്കെയാണ് സാലിസിലിക് ആസിഡ് നല്ലത്. യൂറിയ യൂസ് ചെയ്യുന്ന ദിവസം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് 2 ദിവസം ഗ്യാപ്പിൽ ഏതെങ്കിലും ഒരു ദിവസം സാലിസിലിക് ആസിഡ്, ഒരു ദിവസം 12% യൂറിയ റോളാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് അവിടെ ഇല്ലാത്ത സാധനം എന്തോന്നാണ്? ഹൈഡ്രേഷൻ. അതിനുവേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന അത്രത്തോളം ഹൈഡ്രേറ്റിംഗ് ക്രീംസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ വാസ്ലിനോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ ഷിയ ബട്ടർ അടങ്ങിയ ബോഡി ബട്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ആ ഒരു കാലിൽ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് എന്നും ചെയ്യണം, ഡെയിലി ചെയ്യണം, മോർണിംഗും നൈറ്റും ചെയ്യണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മോർണിംഗിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീനും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ അല്ലെങ്കിൽ ഫുഡ് കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഹീൽ കെയർ റുട്ടീൻ, എന്ത് റുട്ടീൻ വേണമെങ്കിലും വിളിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹീൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നിങ്ങൾ ചോദിക്കാൻ വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫുഡ് പീൽസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഫുഡ് പീൽസ്. നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. കാരണം ഞാൻ ഈ പറഞ്ഞ ലാക്റ്റിക് ആസിഡും സാലിസിലിക് ആസിഡിന്റെ ഒക്കെ ഹൈ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ ഫുഡ് പീൽസിൽ വരുന്നത്. ഇത് നമ്മുടെ കാലിനെ
എന്താ പറയുന്നത്, നമ്മുടെ കാലിന് ഈ ഒരു ഫുഡ് പീൽസിനകത്തോട്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഈ സൊല്യൂഷനകത്ത് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ടായ സ്റ്റേജസ് ഒക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇട്ടിട്ട് അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ പെനിട്രേറ്റ് ചെയ്ത് പോലും, എന്നിട്ട് കുറച്ച് ഒരു 1-2 ആഴ്ച കൊണ്ടായിരിക്കും ഇത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. കുറെ ആഴ്ച കൊണ്ട് നമ്മുടെ ഡെഡ് സ്കിൻസ് ഇങ്ങനെ റിമൂവ് ആയി വരും. നമുക്ക് ആ പീൽ കാണാൻ പറ്റും, ഇങ്ങനെ തൊലി പുറത്തല്ലേ, തൊലി ഇങ്ങനെ ഇളവി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഓരോ ലെയർ ആയിട്ട് ഡെഡ് സ്കിൻസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് നല്ല, പക്ഷെ അത് പെയിൻഫുൾ ആവും എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊലി വലിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടത്, നോർമലി ഈ തൊലി ഇങ്ങനെ പോകുന്നോണ്ടേ ഇരിക്കും. അത് തൊലി പുറത്ത് കുറച്ച് പൊങ്ങിയെന്ന് ജസ്റ്റ് കത്രി കൊണ്ട് വേണമെങ്കിൽ മുറിച്ച് കളയാം, ഫൈൻ. അല്ലാണ്ട് വലിച്ചെടുക്കാനായിട്ട് നിൽക്കണ്ട. അഥവാ നമുക്ക് ചിലപ്പോൾ ഒന്ന് പീൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അത് പീൽ ചെയ്തിട്ട് ചിലർക്ക് സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അവിടെ വിടുക, ഒന്നീ കത്രി കൊണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ വാക്ക് ചെയ്യും, തനിയത് പീൽ ഓഫ് ആയിട്ട് പോകും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ കാല് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്റെ അഡ്വൈസ് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ റൊട്ടീൻ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കെമിക്കൽ, ഈ ഒരു ഫുഡ് പീൽ ചെയ്തിട്ട് ദെൻ ആ ഫുഡ് ഡെഡ് സ്കിൻ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡെയിലി ഒരു ഫുഡ് റൊട്ടീൻ ചെയ്യുന്നത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഫുഡ് പീൽ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാതെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒന്നും പറയുന്നില്ല, കാരണം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ക്രീംസ് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് ക്രാക്ക് ഹീൽസിനൊക്കെയാണ്. അല്ലാണ്ട് നമ്മുടെ ഫുഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ മാത്രം നോക്കിയാൽ മതി, അപ്പൊ തന്നെ നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടും. ഈവൻ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ എങ്കിൽ നല്ല രീതിയിൽ ബോഡിയിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചധികം ഫുഡിൽ കൊടുത്താൽ തന്നെ നമുക്ക് ഒരു ഹൈഡ്രേഷൻ കിട്ടും. പ്രോപ്പറായിട്ട് ഹൈഡ്രേഷനും പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും കിട്ടിയാൽ തന്നെ നമ്മുടെ ഫുഡ് നമുക്ക് ഹൈഡ്രേറ്റിംഗ് മോയിസ്റ്റും ആക്കി വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ എന്താ പറയുന്ന ഡെയിലി റൊട്ടീൻ പറഞ്ഞു. ഇനി ചെറിയൊരു പ്രശ്നത്തിന് നമുക്ക് അഡ്രസ് ചെയ്യാം. അടുത്ത മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് നമ്മുടെ ഫുഡിൽ വരുന്ന സ്മെല്ല്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഏരിയ, നമ്മുടെ കാല് എപ്പോഴും നന്നായിട്ട് കഴുകുക, ഡ്രൈ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓയിൽ ഗ്ലാൻസ് ഒന്നുമില്ല, പക്ഷെ പെർ സ്ക്വയർ സെന്റിമീറ്ററിൽ 400 ഓളം നമുക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാലോ എത്രത്തോളം വിയർപ്പ് അവിടെ നിന്ന് ഉണ്ടാവുന്നു. ഇത് വെച്ചിട്ട് തന്നെ ഡെഡ് സ്കിന്നും കൂടെ വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ബാക്ടീരിയക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ ഫുഡിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യം ഉള്ളതും കൂടെ കൊണ്ടാണ് നമുക്ക് അധികം ഓയിൽ ഗ്ലാൻഡ് അവിടെ ഇല്ലാത്തത്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ അത് ഓയിൽ ഗ്ലാൻഡ് കുറച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നത് ആ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്പെറ്റ്സിൽ എന്തായാലും അവിടെ വേണം, നമുക്ക് ഡ്രൈ ഡെഡ് സ്കിന്നും നമ്മുടെ ഫുഡിന് വേണം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിൽ ഗ്ലാൻസ് ഇല്ലാത്തതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ. ഒന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും, രണ്ടാമത്തത് നമുക്ക് അവിടെ ഡ്രൈ സ്കിൻ കീപ്പ് അപ്പ് ചെയ്യാനായിട്ട്. സോ ഇത് നമുക്ക് ഓൾറെഡി നമുക്കിത് ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് നമുക്കിതിന് ആന്റി ബാക്ടീരിയൽ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാനേ പറ്റുള്ളൂ. അതിന് ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റി ഫംഗൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എപ്പോഴും ക്ലീനും ഡ്രൈയും ആയിട്ട് വെക്കുക. അധികം മോയിസ്റ്റ് കണ്ടന്റ് കൊടുക്കരുത്. അപ്പൊ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നനഞ്ഞ സോക്സ് ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അധികം ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സ്മെല്ല് വരുന്ന ഇന്റൻസിറ്റി കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക്, ചാൻസസ് കൂടുതലുള്ള ആൾക്കാർ അധികം ഡ്രൈ ആയിട്ടുള്ള സ്ഥലം യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഷൂ, അത് എല്ലാ കാര്യങ്ങളും എപ്പോഴും ക്ലീൻ ആയിട്ടും ഹൈജീൻ ആയിട്ടും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വീക്കിലി വൺസ് നിങ്ങൾ കാല് ഇതുപോലെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് സ്കിന്നിന്റെ അവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ ആൽക്കലൈൻ ആണല്ലോ, pH നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. pH കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാല് കഴുകുന്നത് ബെൻസോൾ പെറോക്സൈഡിന്റെ സോപ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഫേസ് വാഷുകൾ വാങ്ങിക്കാൻ കിട്ടും ബെൻസോൾ പെറോക്സൈഡിന്റെ, അപ്പൊ അത് വെച്ചിട്ടോ കാല് കഴുകുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡിലായിരുന്നു 2 to 5% അടങ്ങിയ സാലിസിലിക് ആസിഡ് ഫുഡ് ക്രീംസ് ഫാർമസിയിൽ തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് കാലിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഏരിയ കീപ്പ് അപ്പ് ചെയ്യാനായിട്ട്, അതായത് ഹൈഡ്രേഷൻ കീപ്പ് അപ്പ് ചെയ്യാൻ ഞാൻ പറയത്തില്ല, പക്ഷെ നമുക്ക് അവിടുത്തെ ബാക്ടീരിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമുക്ക് ആ ഫൗൾ സ്മെല്ല് അവോയ്ഡ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ പോയി കാണുക. കാരണം കാലിൽ ഒരുപാട് സ്വെറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വെറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാം, ബോഡി വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി സോപ്സ് യൂസ് ചെയ്യാം. അതിനപ്പുറത്തോട്ട് പ്രോപ്പറായിട്ട് നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഡോക്ടറിനെ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ഫുഡ് പ്രോബ്ലംസ് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്രാക്ക് ഹീൽസ്. അത് ഞാൻ അഡ്രസ് ചെയ്യാത്തത്
ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ട് നമുക്ക് Q&A ആയിട്ട് ചെയ്യാം. സോ ഫേസ് മാത്രമല്ല നമ്മുടെ ഫുഡും ടേക്ക് കെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഇനി പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ സൺഡേസിലാണ് ഞാൻ വരുന്നത്. നെക്സ്റ്റ് ട്യൂസ്ഡേ Q&A ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.